ഇതൊന്നും വെറുതെ പോകില്ല. ഞാൻ പറയുന്നത് കർഷക സമരം വെറുതെ പോകില്ല. ഈ പറയുന്ന ബ്രിജുഭൂഷണെതിരായിട്ടുള്ള ആളുകളുടെ സമരം വെറുതെ പോകില്ല. ഇതൊന്നും ആരും കാണാതെ പോകില്ല. അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് കാണാതെ പോകില്ല. ഹേമന്ത് സോറൻ്റെ അറസ്റ്റ് കാണാതെ പോകില്ല. ഇലക്ഷൻ ഫണ്ട് ഫ്രീസ് ചെയ്തത് പോകില്ല. അതുപോലെ തന്നെ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതൊന്നും കാണാതെ പോലെ എനിക്കിപ്പോഴും ഇന്ത്യൻ ജനതയിൽ വലിയ പ്രതീക്ഷയും വിശ്വാസവുമുണ്ട്. നോക്കൂ, ഈ പറയുന്ന 350 മുതൽ 401 സീറ്റ് വരെ കിട്ടാമെന്നുള്ള എക്സിറ്റ് പോൾ പ്രവചനം വന്നപ്പോൾ ആടി ഉലഞ്ഞ മനസ്സല്ല എൻ്റേത്. ഞാൻ ആ സമയവും ഈ സമയവും പറയുന്നു, ഇന്ത്യ രാജ്യം ഒരു വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിലൂടെയാണ് കടന്നുപോയിരിക്കുന്നത്. ഇതുവരെ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ വെച്ച് ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത്. ആ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാവുന്ന പരമാവധി വിഷം വമിപ്പിക്കുകയും വിഷം വിതറുകയും ചെയ്ത തെരഞ്ഞെടുപ്പാണ് നടന്നത്. എല്ലാ സംവിധാനങ്ങളെയും ഇതൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ എന്ത് നിലപാടെടുക്കുന്നു? വിജയിക്കുന്നവർക്കൊപ്പം നിൽക്കുക എന്നുള്ളതല്ലോ, എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളത് ഞാനാണല്ലോ ആദ്യം ചോദിച്ചത്. അതായത് റിസൾട്ടിന്റെ കാര്യം നോക്കൂ. ജനാധിപത്യത്തില് ദേശീയ ജനാധിപത്യ സഖ്യം എന്ന BJP നേതൃത്വം നൽകുന്ന മുന്നണിയാണ് അധികാരത്തിൽ വരുന്നതെങ്കിലും എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ജനാധിപത്യത്തില് പ്രതിപക്ഷം എന്ന സംവിധാനം ആ സംവിധാനം ഉണ്ടാകുന്ന വിധത്തിലായിരിക്കും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരിണതി. 295 എന്നുള്ളത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഒരു ഡിജിറ്റാണ്, സ്വപ്നമാണ്. ആ നമ്പറിലേക്ക് ഇനി എത്തിയില്ലെങ്കിൽ പോലും ഇന്ത്യയിൽ ശക്തമായ പ്രതിപക്ഷമായി ഇന്ത്യ മുന്നണി ഉണ്ടാവും. അബ് കി ബാർ 400 പാർ എന്ന് പറഞ്ഞത് യാഥാർത്ഥ്യമാവില്ല. 400-നടുത്തേക്ക് അടുക്കില്ല NDA എന്നുള്ളതാണ് എന്റെയും ടേക്ക്. ഇന്ത്യയിലെ 250 പോലും കേറില്ല എന്നുള്ളതാണ്. കാരണം വെച്ചാൽ 400 അടുക്കില്ല എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഒരു പരാജയമാണ്. അതേസമയം 300 മുതൽ 350 കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ ടാലിയിലേക്ക് വന്ന് ലാൻഡ് ചെയ്തു കഴിഞ്ഞാൽ അതുപോലും വലിയ വിജയമാണ്. ഒരു തരംഗവുമില്ലാതെ 350 എന്ന് പറയുന്ന NDAയുടെ നമ്പറിലേക്ക് 2024 ആഫ്റ്റർ ദി ഫോർമേഷൻ ഓഫ് ഇന്ത്യ അലയൻസ് വരാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ വിജയമായി കരുതുന്ന ആളാണ് ഞാൻ. പക്ഷേ ഇപ്രാവശ്യം നികേഷ് പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. അത് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിന്റെ ലക്ഷ്യം പ്രതിപക്ഷം അധികാരത്തിൽ വരിക എന്നുള്ളതല്ല, രാജ്യത്ത് അതിശക്തമായ ഒരു പ്രതിപക്ഷം ഉണ്ടാവുക എന്നുള്ളതാണ്. വേണമെന്നില്ല. എല്ലാ സംവിധാനങ്ങളെയും ജയിക്കണമെന്ന് പറയുമ്പോൾ ജനാധിപത്യം BJP ജയിക്കണം, കോൺഗ്രസ് ജയിക്കണം എന്ന് പറയാൻ കഴിയുമോ? നമുക്ക് ജനാധിപത്യം ജയിക്കണം. ഒരു കാര്യം കൂടി, ഇന്ത്യൻ ജനാധിപത്യത്തിൽ ആദ്യം പരാജയപ്പെട്ടൊരു നേതാവിന്റെ പേര് ഞാൻ പറയാം. ആ നേതാവിന്റെ പേര് ഡോക്ടർ BR അംബേദ്കർ എന്നാണ്. അംബേദ്കർ പരാജയപ്പെട്ടപ്പോൾ യഥാർത്ഥത്തിൽ കരഞ്ഞൊരു ജനതയുണ്ടായിരുന്നു ഈ നാട്ടിൽ. പിന്നീട് അംബേദ്കർ വിജയിച്ചു വരുന്നത് കണ്ടു. പിന്നീട് വീണ്ടും അംബേദ്കറെ പരാജയപ്പെടുത്താനും സഖ്യമിറങ്ങുന്നത് നമ്മൾ കണ്ടു. നോക്കൂ, വിജയവും പരാജയവും മുന്നണികൾക്ക് സംഭവിക്കും. പക്ഷെ പരാജയപ്പെടാൻ പാടില്ലാത്തത് ജനാധിപത്യം എന്ന ആശയവും ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആശയവുമാണ്. ആ ആശയത്തിന് വേണ്ടിയുള്ള വോട്ടായി മാറുമോ എന്നതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആയിരിക്കുന്നു. ഇതിന് 15 മിനിറ്റ് സമയം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. നമ്മളുടെ കൗണ്ടിംഗ് സ്റ്റേഷനുകളിൽ ഇപ്പോൾ എല്ലാ പ്രതിനിധികളും എത്തിക്കഴിഞ്ഞു. കൗണ്ടിംഗ് സൂപ്പർവൈസർമാർ എത്തിക്കഴിഞ്ഞു. കൗണ്ടിംഗ് ഏജന്റുമാർ എത്തിക്കഴിഞ്ഞു. കൗണ്ടിംഗ് അസിസ്റ്റന്റുമാർ എത്തിക്കഴിഞ്ഞു. മൈക്രോ ഒബ്സർവർമാർ എത്തിക്കഴിഞ്ഞു. ഇനി അറിയേണ്ടത് 15 മിനിറ്റ് കഴിയുമ്പോൾ ആദ്യം പോസ്റ്റൽ ബാലറ്റുകളുടെ റിസൾട്ട് വരും. 8:15 ആദ്യ ഫലസൂചനകൾ. 8:30 ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ തുറന്നാൽ ആദ്യത്തെ ഫലസൂചനകൾ വരും. കേരളത്തിൽ താമര വിരിയുമോ എന്നൊരു ചോദ്യം. 295 എന്ന നമ്പറിലേക്ക് എത്തുമോ? 350+ NDA കടക്കുമോ എന്ന ചോദ്യങ്ങളാണ് ഇനി ബാക്കി നിൽക്കുന്നത്. ഇനി അവശേഷിക്കുന്നത് 15 മിനിറ്റ് മാത്രം. ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട ചോദ്യം, ഇന്ത്യ എന്നൊരാശയം നിലനിൽക്കണമെങ്കിൽ ആർക്കനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയിരിക്കണം എന്നുള്ള ചോദ്യമാണ്. അത് ഇന്ത്യ മുന്നണി നിലനിൽക്കണമെങ്കിൽ 295 എന്ന സ്വപ്ന നമ്പറിലേക്ക് എത്തണം. ആ സ്വപ്ന നമ്പറിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും ശക്തമായ പ്രതിപക്ഷമായി 280-ലധികം വോട്ടുമായി ഇന്ത്യ മുന്നണി NDAയുടെ കരുത്തരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിപക്ഷമായ പാർലമെന്റിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. ആ ചോദ്യത്തിന് ഉത്തരം ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ മിനിറ്റുകൾക്കുള്ളിൽ കിട്ടുമോ എന്നതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ഇന്ത്യ എന്ന ആശയം നിലനിൽക്കണമെങ്കിൽ സ്വാഭാവികമായും ഈ തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന് ഈ 280 സീറ്റുകളെങ്കിലും പാർലമെന്റിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. 400 സീറ്റുകൾ ഭരണഘടന മാറ്റി എഴുതാനുള്ള, പ്രത്യേകിച്ച് RSS നിലവിൽ വന്നിട്ട് 100 വർഷമാകാൻ പോകുന്നു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാലഘട്ടമാണ്. ഒരു തിരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷത കൂടിയാണ്. അതുകൊണ്ട് ഇന്ത്യ ഒരു ജനാധിപത്യ മതേതരത്വ റിപ്പബ്ലിക്കായി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ പ്രതിപക്ഷം കരുത്തരാവേണ്ടതുണ്ട്. പാർലമെന്റിൽ 295 ഒരു സ്വപ്ന നമ്പറാണ്. 295
295 അസാധ്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ മിനിമം 200-നപ്പുറം 250 സീറ്റുകളിലേക്ക് ഇന്ത്യ മുന്നണി എത്തിയാൽ അത് ശക്തമായ പ്രതിപക്ഷമാകും. BJP 300-ൽ താഴേക്ക് അവരുടെ ടാലി വന്നാൽ അത് നരേന്ദ്രമോദി എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിയിലും മത്സരിച്ചത് മോദിയാണ് എന്ന മോദിയുടെ പ്രതിച്ഛായ കേൾക്കുന്ന മംഗലായി നമുക്ക് കണക്കാക്കേണ്ടി വരും. പക്ഷേ അപ്പോഴും മോദിയും ഒപ്പം BJPയും ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം നടത്തിയിരിക്കുന്ന പ്രചരണങ്ങൾ, അതൊരു ഭാഗത്ത് നെഗറ്റീവ് ക്യാമ്പയിനിങ്, മറുഭാഗത്ത് താഴെത്തട്ടുകളെ സജ്ജീകരിച്ചുകൊണ്ട് നടത്തിയിരിക്കുന്ന ക്യാമ്പയിൻ, ഇത് രണ്ടും ഫലം കണ്ടു എന്ന് നമുക്ക് പറയേണ്ടി വരും മോദി വിജയിക്കുന്ന പക്ഷം. നോക്കാം, ഇനി നമുക്ക് അവശേഷിക്കുന്നത് കേവലം 13 മിനിറ്റുകൾ മാത്രമാണ്. ഇന്ത്യയിലെ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും 1447 കൗണ്ടിംഗ് സ്റ്റേഷനുകളിൽ നിന്നായി എല്ലാ കൗണ്ടിംഗ് ഉദ്യോഗസ്ഥന്മാരും ഹാജരായി കഴിഞ്ഞിരിക്കുന്നു. എല്ലായിടങ്ങളും ഇപ്പോൾ ഒരു സസ്പെൻസിന് മുമ്പാണ്. ശരിക്കും പറഞ്ഞാൽ കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തതയിലേക്കാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പോകുന്നത്. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യവും അതുതന്നെയാണ്. ഇന്ത്യ ആര് ഭരിക്കും? ഇന്ത്യ മുന്നണിയോ അതോ NDO എന്ന ചോദ്യം. കേരളത്തിൽ താമര വിരിയുമോ എന്ന ചോദ്യം.